ഇന്നത്തെ ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മറാത്ത സാമ്രാജ്യമാണ് പറയുന്നത്. മറാത്തകൾ പ്രബല ശക്തിയായി മാറിയ കാലഘട്ടം സി 17-ാം നൂറ്റാണ്ടിലാണ്. മറാത്ത രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരി ശിവജിയാണ്. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത് പൂനെയാണ്. മറാത്ത പ്രദേശത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തിയിരുന്ന ഘടകങ്ങളാണ് അടുത്തതായിട്ട് വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, നർമ്മദ താപ്തി നദികൾ തുടങ്ങിയവയാണ്. 1720-നും 1761-നും ഇടയിൽ മറാത്ത സാമ്രാജ്യം വികസിപ്പിച്ചു. പിന്നെ ഡൽഹി മറാത്തികൾ കീഴടക്കിയ വർഷം 1739-ലാണ്. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ശിവജിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മന്ത്രിസഭ അഷ്ടപ്രധാൻ ആയിരുന്നു. പിന്നെ അഷ്ടപ്രധാനിൽ വകുപ്പും വ്യക്തികൾ അറിയപ്പെട്ടിരുന്നതും പറയുന്നുണ്ട്. വകുപ്പ് പ്രധാനമന്ത്രി പേഷ്വ എന്ന വകുപ്പിലാണ് അറിയപ്പെട്ടിരുന്നത്. മുഖ്യ ന്യായാധീശൻ എന്ന പേരിലാണ്. ധനകാര്യം അമാത്യൻ, രാജകീയ കത്തിടപാടുകൾ സജീവൻ, രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രി, മതകാര്യം ദാനധർമ്മം പണ്ഡിതറാവു, പിന്നെ വിദേശകാര്യം സൂമന്താണ്. പിന്നെ സൈനികം സേനാപതി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ മന്ത്രിമാർ ഉപദേശകർ മാത്രമായിരുന്നു. അവരുടെ പദവികൾ പരമ്പരാഗതമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അടുത്തത് മറാത്ത ഭരണകാലത്തെ പ്രാദേശിക ഭരണമാണ്. മറാത്ത രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി തിരിച്ചിരുന്നത് 4 ഘട്ടങ്ങളിലായിട്ടാണ്. പ്രവിശ്യകൾ, ജില്ലകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിവയാണ്. രാജാവ് നേരിട്ടാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നത്. മറാത്ത സാമ്രാജ്യത്തിലെ രാജ്യത്തെ വിഭജിച്ചിരുന്നത് സ്വരാജ്യ മൊഗളൈ എന്ന രീതിയിലാണ്. പിന്നെ മറാത്തക്കാരുടേതായ ഭൂപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് സ്വരാജ്യം എന്ന പേരിലാണ്. മറ്റുള്ളവരിൽ നിന്ന് ആക്രമിച്ച് കീഴടക്കിയ പ്രദേശങ്ങൾ മൊഗളൈ ആണ്. പിന്നെ മറാത്ത ഭരണകാലത്ത് പിരിച്ചിരുന്ന പ്രമുഖ നികുതികളാണ് ചൗത്ത്, സർദേശ് മുഖി തുടങ്ങിയവയാണ്. പിന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മറാത്തയിലെ പ്രശസ്തരായ സൈനികനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നത് മഹദ്ജി സിന്ധു, നാനാ ഫഡ്നിസ് തുടങ്ങിയവരാണ്. പിന്നെ മറാത്ത സാമ്രാജ്യത്തിൽ ആദ്യം കുറിച്ച 3-ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1761-ലാണ്. 3-ാം പാനിപ്പത്ത് യുദ്ധം നടന്നത് അഹമ്മദ് ഷാ അബ്ദാലിയുടെ അഫ്ഗാൻ സേനയും മറാത്തികളും തമ്മിലായിരുന്നു. 1674-ൽ ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റായ്ഗഡ് കോട്ടയിൽ വെച്ചാണ്. ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1674-ലാണ്. പിന്നെ അടുത്ത സിഖ് സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ്. സിഖുകാർ ഖൽസ സ്ഥാപിച്ച വർഷം 1699-ലാണ്. ഗുരു ഗോവിന്ദ് സിംഗ് അന്തരിച്ചത് 1708-ലാണ്. പിന്നെ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ മരണശേഷം സിഖുകാർ നേതൃത്വം നൽകിയത് ബന്ദ ബഹാദൂറാണ്. പിന്നെ ആദി ഗ്രന്ഥയാണ് അടുത്തതായിട്ട്. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണിത്. പിന്നെ ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ്. ജാതിലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെ ഉള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദിഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അഹോം രാജവംശമാണ് അടുത്തതായിട്ട്. 11-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ മ്യാൻമാറിൽ നിന്ന് ബ്രഹ്മപുത്ര താഴ്വരയിലേക്ക് കുടിയേറിയ ഗോത്രവർഗ്ഗക്കാരാണ് അഹോമുകൾ എന്ന് പറയുന്നത്. അഹോമുകൾ രചിച്ച കൃതികൾ അറിയപ്പെടുന്നത് ബുറാഞ്ചികൾ എന്ന പേരിലാണ്. അഹോം രാജവാഴ്ചയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും കയ്യെഴുത്ത് പ്രതീകങ്ങളുമാണ് ബുറാജിസ് എന്ന് പറയുന്നത്. മുഗളന്മാർ അഹോം രാജവംശം ആക്രമിച്ച വർഷം 1662-ലാണ്. അഹോം രാജവംശം ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയത് മിർ ജുംലയാണ്. അഹോം രാജവംശത്തിൽ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിർബന്ധിതരായവർ അറിയപ്പെട്ടിരുന്നത് പൈക്കുകൾ എന്ന പേരിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ.